ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗ്, അതുപോലെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂവും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ, നമ്മുടെ ഇവിടെ കോബാറ് തന്നെയുള്ള. സോ രാവിലെ തന്നെ നല്ലൊരു മടി പിടിച്ച ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു വെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണല്ലോ. എന്നെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കും ഈ റവയുടെ കണക്കും ഒക്കെ എനിക്കെപ്പോഴും കൺഫ്യൂസ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കുമ്പോൾ ആ ഒരു റേഷ്യോയിൽ അത് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ ജസ്റ്റ് താഴെ നിൽക്കുമ്പോൾ ഞാൻ റവ അതിലേക്ക് ഇടുന്നത് നിർത്തും. അങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് ചെയ്യാറ്. അല്ലാതെ ഇത്ര ഗ്ലാസ്സിന് ഇത്ര റവ അങ്ങനെ എടുത്ത് ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ആൻഡ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര അതിലേക്ക് നന്നായിട്ട് തൂവിയിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഉപ്പുമാവ് നല്ല ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കാമെന്ന്. സോ ബീൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത് ഞാൻ എൻ്റെ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ദമാമിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. സോ ആ വീഡിയോയ്ക്ക് കുറേ എനിക്ക് എൻക്വയറിയും വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് അവിടെ പോയി മേടിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുറേ പേര് വീഡിയോ കണ്ടിട്ട് പോയി മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. സോ ഭയങ്കര സന്തോഷം. അപ്പോൾ ബീൻസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത്. ബീൻസ് നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയ ബീൻസ് നമ്മൾ തേങ്ങ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ തേങ്ങ ഉണ്ടായിരുന്നില്ല അന്ന്. സോ ഞാൻ അതുകൊണ്ട് ബീൻസ് നോർമലായിട്ട് സവാളയൊക്കെ ഇട്ട്, നമ്മുടെ കടുക് പൊട്ടിച്ച് സവാളയൊക്കെ ഇട്ട് നോർമലായിട്ടാണ് ഞാൻ ബീൻസ് ഉണ്ടാക്കിയത്. ഒപ്പം ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായി. ആൻഡ് വേറെ കറി നമ്മൾ ചിക്കൻ അൽഫാം മേടിച്ചിട്ടുണ്ടായി പുറത്തുനിന്ന്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് അൽഫാം മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ബീൻസും ചോറുമാണെന്ന് കഴിച്ചിട്ടുണ്ടായത്. ചില ദിവസം കറികളുണ്ടാക്കും, ചില ദിവസം കറികളുണ്ടാവില്ല. ചില ദിവസം ഇങ്ങനത്തെ ഒലത്തും എന്തെങ്കിലും ചിക്കൻ പൊരിച്ചതോ ഫിഷിൻ്റെ പൊരിയോ ഫിഷിൻ്റെ ഫ്രൈയോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ചില ദിവസം നല്ല ഹാപ്പി ആയിരിക്കും, അതുപോലെ ചില ദിവസം ഭയങ്കര മൂഡ് ഔട്ടായിരിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല. ബട്ട് എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ലല്ലോ. സോ എന്തെങ്കിലും ഇങ്ങനത്തെ ഇന്ന് ഫുൾ അങ്ങനത്തെ തട്ടിക്കൂട്ട് ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കോബാറ് തുക്കുബയിലാണ്. 19th and 20th സ്ട്രീറ്റിൻ്റെ ബിറ്റ്വീനിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അയാൽ ബഹർ എന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നെയിം വരുന്നത്. ആൻഡ് ഇത് ഫുള്ളി ഒരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ എടുക്കുക, അവിടെ തൂക്കി നോക്കുക. തൂക്കം അനുസരിച്ചാണ് എൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് നമുക്ക് റൈസും അവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ബില്ലടിച്ചിട്ട് നമ്മൾ അവിടെ അടിപൊളി ആംബിയൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആംബിയൻസിൽ പോയിരിക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ അവർ സെർവ് ചെയ്യും കേട്ടോ. അതുപോലെ അവിടെ ഫിഷ് ഗ്രില്ലും ഉണ്ട്, ഫിഷ് ഫ്രൈയും ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സീബാസ് എന്ന് പറഞ്ഞ ഫിഷായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് തന്നെ എനിക്ക് തോന്നി. ബട്ട് ഫിഷ് അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഗൈസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഓർക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല കോണ്ടാക്ട്സ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ. ബൈ.